പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വിവാഹ തകർച്ചയും പൈശാചിക ചിന്തകളും എന്നുള്ളതാണ്. ദൈവം യോജിപ്പിച്ച വിവാഹ ബന്ധങ്ങളെ ചില ചിന്തകളിലൂടെയും പ്രവണതകളിലൂടെയും കടന്നു കയറി ആക്രമിക്കാൻ സാത്താൻ ശ്രമിക്കാറുണ്ട്. വിവാഹ തകർച്ചയ്ക്ക് ഇടയാക്കുന്ന ഏതാനും പൈശാചിക പ്രവർത്തനങ്ങളെപ്പറ്റി നാം അറിഞ്ഞിരിക്കണം. സാത്താൻ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. വിവാഹ ബന്ധത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ ദമ്പതികൾക്ക് നൽകുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുത്തി ആഴമായ സംശയവും തെറ്റിദ്ധാരണയും ഉടലെടുക്കാൻ ഇടയാക്കുക, വ്യഭിചാരം നടത്താൻ പ്രേരിപ്പിക്കുക, ഗർഭഛിദ്രം നടത്താൻ പ്രേരണ നൽകുക, ദാമ്പത്യ ശൈലിയെ പൈശാചികമായ ആശയങ്ങളോടെ വീക്ഷിക്കുക, ദാമ്പത്യ ബന്ധത്തിൽ അസ്വാഭാവിക രീതികൾ ആരംഭിക്കുക, പാപകരമായ ശീലങ്ങളും സ്വഭാവങ്ങളും രൂപപ്പെടുത്തുക, വിവാഹ തകർച്ചയിലേക്ക് നയിക്കുന്ന എന്തിനേയും പിശാചിന്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഇടപെടലുകളായി നാം തിരിച്ചറിയുക തന്നെ ചെയ്യണം. വിവാഹിതരായ എല്ലാ ദമ്പതികളും വിവാഹിതരാകാൻ പോകുന്ന എല്ലാ യുവതി യുവാക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കേവലം ശാരീരിക ബന്ധം കൊണ്ട് മാത്രം പുരുഷനും സ്ത്രീയിലുമുള്ള ലൈംഗികത സംതൃപ്തമാകുകയില്ല. സർവ സ്വാതന്ത്ര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ ജീവിതത്തിൽ ഏറെ അസംതൃപ്തരും അസന്തുഷ്ടരുമാണ്. വിവാഹ ബന്ധത്തിൽ ശാരീരിക സന്തോഷം മാത്രമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിന് കാരണം. ഒരു സംഭവം ഞാൻ പറയാം. തികച്ചും അപക്വമായ വീക്ഷണത്തോടെ ശാരീരിക സംതൃപ്തിക്ക് വേണ്ടി വിവാഹം കഴിച്ച ദമ്പതികൾ. ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഇതുവരെ ശരിയായ ആനന്ദം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഒരു വൈദികനോട് തുറന്നു പറഞ്ഞു. ഇതിന്റെ ഫലമായി ഭാര്യയോട് അകൽച്ചയും വെറുപ്പും. വൈദികന് ഒരു കാര്യം മനസ്സിലായി. വെറും പൈശാചികമായ വീക്ഷണത്തിലാണ് വിവാഹത്തോടും വിവാഹബന്ധത്തോടും ഇരുവർക്കും ഉണ്ടായിരുന്നത്. യേശുവിനെ ഹൃദയ സിംഹാസനത്തിൽ ഇരുത്താൻ വൈദികൻ അവരെ സഹായിച്ചു. ക്രിസ്തുവിന്റെ സാന്നിധ്യം ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പര ബന്ധത്തിലുണ്ടായിരുന്ന തെറ്റായ ധാരണകളെ തിരുത്തുവാൻ ശക്തി നൽകി. ദമ്പതികൾ തങ്ങളുടെ ലൈംഗികത ആത്മീയ ബന്ധത്തിലാണ് ആസ്വദിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ബൈബിൾ നൽകുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിച്ചാൽ നിങ്ങൾ ജീവിക്കും. ബ്രഹ്മചര്യം സ്വീകരിച്ചവരോട് മാത്രമുള്ള ഒരു ആഹ്വാനമല്ല ഇത്. ഒരു വ്യക്തി വിവാഹിതനോ അവിവാഹിതനോ ആയിക്കൊള്ളട്ടെ, തന്റെ ലൈംഗികതയെ അച്ചടക്കത്തിന് വിധേയമാക്കണം. അപ്പോൾ മാത്രമേ തന്റെ ലൈംഗിക കഴിവുകളെ ശരിയായ വിധം ആസ്വദിക്കാനാവൂ. ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ വിശുദ്ധി നഷ്ടപ്പെടുത്തി അവിശ്വസ്തയോടെ പെരുമാറാനുള്ള പ്രേരണ സാത്താൻ നൽകും. യുഗങ്ങളായി സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വ്യഭിചാരം. വിവാഹിതരായാൽ പിന്നെ ഏതു തരത്തിലുള്ള ബന്ധവുമാകാമെന്ന പൈശാചിക ചിന്ത ചില ദമ്പതികളിൽ കാണാം. ഒരു സംഭവം ഞാൻ പറയാം. വിവാഹിതയായ ഒരു സഹോദരിയെ അയൽവാസി നിരന്തരമായി കപട സ്നേഹം കാട്ടി പ്രലോഭിപ്പിച്ചു. ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. അപ്പോൾ അയാൾ അവളോട് പറഞ്ഞു: എടീ, ദൈവം സ്നേഹമാണ്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിനക്ക് എന്നോടും സ്നേഹമുണ്ട്. സ്നേഹത്തോടെ ബന്ധപ്പെട്ടാൽ ഒരു പാപവുമില്ല.
ഇത് വിശ്വസിച്ച ആ സ്ത്രീയാകട്ടെ തെറ്റിൽ വീഴുകയും ചെയ്തു. ഇത് സാത്താൻ ഒരുക്കിയ ഒരു കെണിയായിരുന്നു. സ്നേഹിക്കുന്ന എല്ലാവരും തമ്മിലുണ്ടാകാവുന്ന ഒരു ബന്ധമല്ല ലൈംഗിക ബന്ധം. ദൈവം യോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും അടയാളമാണത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് വിവാഹ ബന്ധത്തെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരായി കഴിഞ്ഞാൽ അവർ ഒരിക്കലും പിരിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഒരുമിച്ച് പോവാൻ ഒരു കാരണവശാലും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ വിവാഹമോചനം ഉള്ള വഴികൾ തേടാവൂ. അതിനൊരു ആത്മീയമായ ഒരു തത്വം ഉണ്ട്. ആ തത്വം ഇങ്ങനെയാണ്: നമ്മുടെ മുന്നിൽ 2 തെറ്റുകൾ വന്നു എന്ന് വിചാരിക്കുക. അതിൽ ഒരു തെറ്റ് നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ആത്മീയ തത്വം. അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിഞ്ഞാൽ അവര് വിവാഹബന്ധം വേർപെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു വഴിയുമില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആത്മീയ തത്വം ഉപയോഗിച്ച് നമ്മൾ ബന്ധം വേർപെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതുപോലെ തന്നെ വിവാഹബന്ധത്തിലുള്ള ലൈംഗികത എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പാപം അല്ല. ലൈംഗികത എന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ്. അതായത് നമുക്ക് കറിക്ക് അരിയാനും ഒരാളെ കുത്തിക്കൊല്ലാനും ആ കത്തി കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈംഗികതയും അതുപോലെ തന്നെയാണ്. ശരിയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലൈംഗികത വളരെ നല്ലതാണ്. ലൈംഗികത ശരിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്. അത് ശരിയായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ലൈംഗികത ഒരു കാരണവശാലും ഒരു പാപവുമല്ല. അതുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ബന്ധം വേർപെടുത്താതെ മരണം വരെ ഒരുമിച്ച് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ട് സാധിക്കുകയില്ല. അതായത് വിവാഹം കഴിക്കുന്നത് 3 പേരാണ് എന്ന് പറയാറുണ്ടല്ലോ. അതായത് വിവാഹം കഴിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും കൂടാതെ അതിൽ ദൈവത്തെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. അങ്ങനെ ദൈവവും ഉൾപ്പെട്ട വിവാഹബന്ധ ജീവിതമാണെങ്കിൽ അത് മരണം വരെയും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ ഒരു കാരണവശാലും നമ്മൾ വേദനിപ്പിക്കാനോ മുറിപ്പെടുത്താനോ അതുപോലെ തന്നെ ബന്ധം വേർപെടുത്താനോ പാടില്ല എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.